എല്ലാവരും വാഗമണിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ ഭൂരിഭാഗം പേരും എത്തിച്ചേരുന്ന സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ്, വാഗമൺ മെഡോസ്, കുരിശുമല, തങ്ങൾപ്പാറ, അങ്ങനെ ഫേമസ് ആയി നിൽക്കുന്ന ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ട്. ഇതിനായിട്ട് യാത്ര തുടങ്ങുമ്പോൾ നമ്മൾക്ക് ഒരുപാട് തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് തന്നെ ആ ഒരു യാത്ര തുടരാൻ പറ്റും. എന്നാൽ ഇതേ യാത്രകൾ അവസാനിക്കുന്നത് ഇതുപോലെ ഭയങ്കര തിക്ക് ഫോറസ്റ്റിനകത്താണെങ്കിലോ അത് എവിടെയാണെന്നല്ലേ ഇപ്പോൾ ചോദിക്കുന്നത്. പലർക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ് വാഗമണിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ തിക്ക് ഫോറസ്റ്റും വാട്ടർഫോളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ വാഗമണിൽ വന്നിട്ട് അധികം തിരക്കൊന്നുമില്ലാത്ത സ്ഥലത്ത് കൂടെ നല്ലൊരു സമാധാനപരമായിട്ടുള്ളൊരു ഡ്രൈവ് ആസ്വദിച്ച് ഒരു നല്ല ഫോറസ്റ്റ് ഡ്രൈവും ആ വാട്ടർഫോളിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ കിട്ടാം, അതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ട റൂട്ട് ഏതൊക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ യാത്ര തുടങ്ങുന്നത് കാഞ്ഞാറ് വഴി കയറി നേരെ പുള്ളിക്കാനം എസ്റ്റേറ്റ് റൂട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടുവിൽ കൂടെ ആ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ ഒരു പ്ലാന്റേഷൻ്റെ ഒരുപാട് നല്ല വ്യൂ ഒക്കെ, അതും അതിരാവിലെ വരികയാണെങ്കിൽ ഇതുപോലത്തെ നല്ല ഫോഗി അറ്റ്മോസ്ഫിയറും എസ്പെഷ്യലി ഈ ഡിസംബർ മാസമൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആ കാഴ്ചകളൊക്കെ കണ്ട് തന്നെ നമുക്ക് യാത്ര പോകാം. അതുകൊണ്ട് തന്നെ വാഗമണിലേക്ക് വരുമ്പോൾ ഒരു കാരണവശാലും ആരും തന്നെ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു റൂട്ടാണ് തൊടുപുഴ വഴി നേരെ കാഞ്ഞാറ് വരിക, കാഞ്ഞാറിന് നേരെ പുള്ളിക്കാനം വഴി വാഗമണിലേക്ക് വരുന്ന ആ ഒരു റൂട്ട് എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഗംഭീര സൗന്ദര്യ ഭംഗി തന്നെയാണ് അതിനുള്ളത്. അപ്പോൾ ഈ റൂട്ട് കയറുമ്പോൾ പുള്ളിക്കാനം എത്തുന്നതിലും മുമ്പേ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ, അതായത് ഒരു ഓപ്പൺ വ്യൂ നല്ല രീതിയിൽ കാണാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഴി വരുമ്പോൾ പതുക്കെ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നല്ല സ്പോട്ടിലൊക്കെ ഇറങ്ങി കാണുന്ന കടകളൊക്കെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ പയ്യെ ഈ യാത്ര അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ റൂട്ട് തരുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇതുപോലെ ലെഫ്റ്റിലേക്കൊരു ഡീവിയേഷൻ കാണാം. ഇപ്പം നിലവിൽ ഇവിടെ മണ്ണിട്ട് മൂടി നിൽക്കുന്നുണ്ട്, പക്ഷേ അതൊരു അടയാളമായിട്ട് വെക്കേണ്ട, ഏത് സമയത്തും ആ മണ്ണ് പോയേക്കാം. പക്ഷേ ആ ലെഫ്റ്റിലേക്കുള്ള വഴി നേരെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു നല്ല വ്യൂ പോയിൻ്റ്, ചുറ്റും 360 ഡിഗ്രിയിൽ ആ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇത് കാണാൻ വേണ്ടി നമുക്കൊരു 4x4 വണ്ടി വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരല്പം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഏതൊരു വണ്ടിക്കും കയറി പോരാൻ പറ്റുന്നൊരു ടെറൈൻ തന്നെയാണത്. ഇപ്പോൾ ഒരല്പം ഫോഗ് മൂടിക്കിടക്കണമെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിലിറ്റി കുറവാണ് മലകളുടെ, പക്ഷെ എന്നിരുന്നാലും ആ ഫോഗ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നൊരു വ്യൂ എക്സ്പീരിയൻസ് നിസ്സാരമല്ല അവിടെ. അങ്ങനെ നമ്മളുടെ താറായിട്ട് നമ്മൾ ആ വ്യൂ കണ്ടിരിക്കുമ്പോഴാണ് പുതുമയോടുള്ള ആ ഒരു 5 ഡോർ താർ ഇങ്ങനെ ആ ഒരു പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി വരുന്നത്. ആ ഒരു ഭംഗി ശരിക്കും മിസ് ചെയ്യാൻ തോന്നിയില്ല. ഫ്രെയിമിൽ കാണാൻ ഒത്ത ഒരു സൈസായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പയ്യെ അതിൻ്റെ വിഷ്വൽസും കൂടെ അവരുടെ സമ്മതത്തോടുകൂടി തന്നെ ഇത് ഷൂട്ട് ചെയ്തു. അങ്ങനെ ആ വ്യൂ പോയിൻ്റ് ഇറങ്ങി തിരിച്ച് നമ്മൾ നോർമൽ ആ റോട്ടിലേക്ക് കയറി കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു S ആകൃതിയിലുള്ളൊരു ഹെയർ പിൻ നമുക്ക് കാണാൻ പറ്റും. നമ്മളറിയാതെ തന്നെ വണ്ടി നിർത്തി പോകുന്നൊരു സ്പോട്ടായിരിക്കും ആ ഒരു ഹെയർ പിന്നിൻ്റെ ആ ഒരു കോർണറിലുള്ള സൈഡ്. അങ്ങനെ ആ S ബെൻഡൊക്കെ കഴിഞ്ഞ് കുറേ കൂടെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പതുക്കെ ആ വിഷ്വൽ അങ്ങോട്ട് മാറി മരണം നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഓപ്പണായിട്ട് നിൽക്കുന്ന ആ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടെ ഉള്ളൊരു യാത്ര ആയിരിക്കും പിന്നീട് അങ്ങോട്ട് കുറേ നേരം നമുക്ക് കിട്ടുന്നത്. ഒട്ടും തന്നെ മടുപ്പിക്കാത്ത രീതിയിലുള്ള ആ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി കണ്ടുകൊണ്ട് അതിന് നടുവിൽ കൂടെയുള്ള ആ ഒരു ഡ്രൈവ് തരുന്നൊരു ഫീല് നിങ്ങൾ ശരിക്കും ഇത് കണ്ടറിയ തന്നെ വേണം. തേയിലത്തോട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ ചർച്ചിൻ്റെ ആ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ ആരായാലും ഒന്ന് നോക്കി പോകുന്ന രീതിയിലുള്ള സ്ഥലമാണ് ആ ചർച്ചിനുള്ളത്. ഈ കാണുന്ന വീടിൻ്റെ വിശേഷം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ലൊക്കേഷനാണിത്. എന്തുകൊണ്ട് സിനിമക്കാരത് ചൂസ് ചെയ്യണമെന്ന് അധികമൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ജസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ആ വീട് എത്തുന്നതിലും തൊട്ട് മുമ്പ് തന്നെ ഇടത്തോട്ടേക്കുള്ളൊരു വഴി, ആ വഴി എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടി ഒരു കൗതുകം കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി.
അപ്പോൾ അവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞു കൂട്ടിയാർ ഡാമിൻ്റെ ബാക്ക് സൈഡിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ പോരുമ്പോൾ താഴേക്കുള്ള ഈ വഴി കയറാൻ ശ്രമിക്കുക, തെറ്റിപ്പോകരുത്. ആ വഴി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വീണ്ടും ആ തേയിലത്തോട്ടങ്ങളുടെ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു റൂട്ടാണ്. ഒരു സൈലൻ്റ് അറ്റ്മോസ്ഫിയറിൽ അധികം തിരക്കൊന്നുമില്ലാതെ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ഇതുപോലത്തെ ഒരു റൂട്ടിൽ കൂടെ ഒക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഞാൻ ഇതുപോലത്തെ വഴിയൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് തന്നെ വീണ്ടും വാഗമൺ ഡയറക്ഷനിലേക്ക് തന്നെ പോകാവുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അധികം തിരക്കില്ലാത്ത ഇതുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന നല്ല ഭംഗിയുള്ള കുറേ ഇതുപോലത്തെ ലാൻഡ്സ്കേപ്പ് കാണുക എന്നുള്ളതാണ്. ഈ റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യാനാലും നമുക്കൊരു 4x4 വണ്ടി വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഏതൊരു വണ്ടിക്കും കയറി വരാൻ പറ്റും. അങ്ങനെ കുറച്ച് ദൂരെത്തിയപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കി പയ്യെ പുറത്തേക്ക് ഇറങ്ങി നിന്നപ്പോഴാണ് ഇതുപോലത്തെ ആ ഒരു മരങ്ങളുടെയും ആ ഒരു പ്രകൃതിയുടെയും ആ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ഭംഗിയും അവിടുത്തെ ആ ഒരു നേച്ചറിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര രസമായിരുന്നു കുറേ നേരം കണ്ടു നിൽക്കാൻ തന്നെ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ദൂരമായിട്ട് ഡാമിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഡാമിൻ്റെ വ്യൂ കഴിഞ്ഞ് തിരിച്ചു പോരാതെ കുറേ കൂടെ ഫ്രണ്ടിലേക്കൊന്ന് പോയി നോക്കാൻ തോന്നി, ഈ വഴി എവിടം വരെ പോകുന്നുണ്ടെന്ന് അറിയാൻ. പക്ഷേ അധികം ഒന്നും പോകേണ്ടി വന്നില്ല. ഇതേപോലത്തെ ഒരു ചെറിയൊരു വീടിൻ്റെ മുമ്പിൽ ഈ വഴിയൊന്ന് അവസാനിക്കും. അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും മെയിൻ റോഡിൽ കയറി വാഗമൺ ഡയറക്ഷനിലേക്ക് വീണ്ടും യാത്ര തുടങ്ങി. അപ്പോഴേക്കും നല്ല രീതിയിൽ ഫോഗ് മൂടി തുടങ്ങിയിരുന്നു അന്തരീക്ഷം മൊത്തം. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു പെട്ടെന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുള്ളായി നിൽക്കുന്ന ഒരു ലൊക്കേഷനിലൊരു ലേക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് നമുക്ക് പതുക്കെ ആ ഡ്രൈവ് തുടരാൻ പറ്റും. ലേക്ക് കഴിഞ്ഞ് ഉടനെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇതേപോലത്തെ ഒരു ചായക്കട ചെറുത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കടയുടെ വലുപ്പം നോക്കണ്ട, നല്ല അടിപൊളി ചായയും നല്ല ചൂട് ഉള്ളിവടയായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഈ റോഡിൻ്റെ ആ യാത്രയിൽ നിന്ന് നിൽക്കുന്നത് ഇതുപോലത്തെ ഒരു T ജംഗ്ഷനിലായിരിക്കും. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ വാഗമൺ ടൗണിലേക്കും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഉപ്പുതറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ റോഡ് പോകുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ നമ്മളുടെ ആ ഒരു ഫോറസ്റ്റ് റൂട്ടും ആ ഒരു വാട്ടർഫോളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൂട്ടാണ് കയറേണ്ടത്. അതല്ല തങ്ങൾപ്പാറ, കുരിശുമല, പൈൻ ഫോറസ്റ്റ് അങ്ങനത്തെ വ്യൂ ഒക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വാഗമൺ ടൗണിൽ ആ പരിസരത്തേക്കാണ് പോകേണ്ടി വരുന്നത്. ഉപ്പുതറ ഡയറക്ഷനിൽ കയറി കഴിഞ്ഞാലും നമുക്ക് ത്രൂ ഔട്ട് ആ ഒരു വ്യൂവും നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പും കണ്ട് തന്നെ ആ ഡ്രൈവ് ആസ്വദിക്കാൻ പറ്റുന്ന റൂട്ട് തന്നെ ആയിരിക്കും ഇത്. അങ്ങനെ കുറേ കൂടെ മുമ്പോട്ട് വരുമ്പോൾ നമുക്കിതുപോലെ AVTയുടെ ഒരു ടീ ഫാക്ടറി കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്തുമ്പോഴായാലും നമുക്ക് ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ മറ്റൊരു രീതിയിലുള്ളൊരു ഭംഗിയാണ് വേറെ രീതിയിൽ അനുഭവപ്പെടുന്നത്. വരുന്ന വഴിക്ക് ആ AVTയുടെ തന്നെ ഒരു ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി ഒരു ചായയും സ്നാക്സൊക്കെ കഴിച്ച് ഒന്ന് ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഒന്ന് റീഫ്രഷ് ആയിട്ട് തന്നെ ആ യാത്ര തുടരാൻ പറ്റും. നെക്സ്റ്റ് ആ റൂട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇതുപോലെ വിൻഡി വാക്ക് ട്രക്കിംഗ് എന്നുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ട്രക്കിംഗ് പ്രോഗ്രാമാണ്. ഇതിന് ഒരാൾക്ക് 210 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒരു 3 മണിക്കൂറിൻ്റെ ട്രക്കിംഗ് പ്രോഗ്രാമാണ് ഇവർ ചെയ്തു കൊടുക്കുന്നത്. ഒടുവിൽ നമ്മൾ വളകോട് എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ എത്തും. ആ ജംഗ്ഷനിൽ നിന്ന് ഇതേപോലുള്ള ഒരു ലെഫ്റ്റിലേക്കുള്ള ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് കാണാൻ പറ്റും. ആ റോഡ് കയറി കഴിഞ്ഞാലാണ് നമ്മളുടെ ആ ഒരു ഫോറസ്റ്റ് റോഡും വാട്ടർഫോളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ റോഡ് കയറുമ്പോൾ ഇതേപോലത്തെ ഒരു ജംഗ്ഷൻ വരും. അപ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ് നമുക്ക് പോകേണ്ടി വരുന്നത്. ദൂരമായിട്ടൊരു ബോർഡും കാണാം, കല്ലാട്ടുപാറ വാട്ടർഫോൾസിലേക്ക് റൈറ്റ് എന്നുള്ളത്. റൈറ്റ് മീൻസ് സ്ട്രെയിറ്റ് ആണ് നമുക്ക് 1.5 കിലോമീറ്റർ നേരെ പോകേണ്ടത്. അപ്പോൾ ഇതേപോലെ ആ റൂട്ടിൽ നിന്ന് നേരെ പോവുക. അങ്ങനെ ആ റോഡ് കയറി ഉടനെ തന്നെ നമുക്ക് ആ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് എവിടേക്കോ ഒരു ഫീല് പെട്ടെന്ന് വരും. ആ ഫോറസ്റ്റ് തുടങ്ങുന്നതോട് തന്നെ ഇതേപോലത്തെ ഒരു സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ വലതുവശത്തേക്കായിട്ട് ഇതേപോലത്തെ ഒരു ഇടവഴി നമ്മൾ കണ്ടത്. അപ്പോൾ ആ വഴി എന്താണ്, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ ബാക്ക് സൈഡിലേക്ക് എത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാമെന്നുള്ള രീതിയിൽ തന്നെ ആ യാത്ര വീണ്ടും ഇതേപോലത്തെ വഴി കൂടെ
നമ്മൾ കണ്ടിന്യൂ ചെയ്തു. ഈ വഴി വരാൻ വേണ്ടി ഒന്നുമില്ലെങ്കിൽ ഒരു ബൈക്കോ അല്ലെങ്കിൽ ഓഫ് റോഡ് വണ്ടി ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ആയാൽ പോലും നമുക്ക് കുറച്ച് സ്കില്ലുണ്ടെങ്കിൽ മാത്രമാണ് കയറാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് 4x4 വണ്ടിയോ അല്ലെങ്കിൽ ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ വഴി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ശരിക്കും ഈ വഴി കയറി ഉടനെ തന്നെ നല്ല തിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് മൊത്തം കിട്ടിയത്. അങ്ങനെ ദൂരം കൂടുതൽ പോകുന്തോറും കാടിൻ്റെ വന്യത ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. സത്യം പറഞ്ഞാൽ അധികം ടൂറിസ്റ്റൊന്നും എത്തിപ്പെടാത്ത ഒരു റൂട്ടാണ് ഈ ഒരു ഫോറസ്റ്റ്. അതൊക്കെ നമുക്ക് ഈ വഴി പോകുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഇപ്പോൾ വഴിയൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ തന്നെ ചോദിക്കാൻ പോലും ഒരു മനുഷ്യനെ പോലും നമുക്ക് കാണില്ല. പ്യുവർ ആ ഒരു ഫോറസ്റ്റ് തന്നെയാണ് ചുറ്റും. അങ്ങനെ പോകുമ്പോൾ ഇടത്തെ സൈഡിലേക്ക് ഇതുപോലത്തെ ഒരു വഴി ഞാൻ കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ ഈ അടുത്തൊന്നും വണ്ടി പോയതായിട്ടുള്ളൊരു മാർക്കോ ഒന്നും ഇല്ലാത്തൊരു റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വഴി എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി കയറി നോക്കിയപ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തിയത് ഇതേപോലത്തെ ഒരു ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ളൊരു ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ ബാക്ക് സൈഡിലേക്കാണ്. പിന്നെയാണ് അറിഞ്ഞത് ഇടുക്കി ഡാമിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ ചെറിയ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ശരിക്കും ഒരു വേറിട്ട കാഴ്ച തന്നെ നമുക്കിവിടെ വരുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഡ്രോൺ ഷോട്ട് ലൈവായിട്ട് കണ്ടപ്പോഴാണ് ഞാൻ പോലും തിരിച്ചറിഞ്ഞത് ഇത്രയും ഭയങ്കര തിക്ക് ഫോറസ്റ്റ് നടുവിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ കിട്ടുന്ന ആ ഒരു സമാധാനവും ഇവിടുത്തെ ആ ഒരു പ്രകൃതിയുടെ ശബ്ദമൊക്കെ ഉണ്ടല്ലോ, കേട്ട് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഒരുപാട് നേരം ആ ഫോറസ്റ്റ് ആംബിയൻസ് നിങ്ങളിപ്പോൾ എന്താണ് കണ്ടത് അതിൻ്റെ 10 ഇരട്ടി ഭയങ്കരമായ നല്ലൊരു ആംബിയൻസിലാണ് എനിക്കവിടെ അനുഭവപ്പെട്ടത്. ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ വന്ന വഴിനെ തിരിച്ച് വീണ്ടും കയറി റൈറ്റിലേക്ക് തിരിഞ്ഞ് ആ കല്ലാട്ടുപാറ വാട്ടർഫോൾസ് എത്താൻ വേണ്ടിയിട്ട് തന്നെ യാത്ര വീണ്ടും തുടങ്ങി. ഒരു ഓഫ് റോഡും പോവാതെ നോർമലി ഇതുപോലത്തെ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഒന്നും ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ച തന്നെയാണ്. കുറച്ചവിടെ പോരുമ്പോൾ ഇടത്തെ സൈഡിലായിട്ട് നമുക്ക് ആ വാട്ടർഫോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ കിട്ടുന്നത് ആ വാട്ടർഫോളിൻ്റെ ഒരു വ്യൂ ആണ്. ഇപ്പോൾ വെള്ളത്തിരി കുറവാണ്. ഞാൻ വന്നത് ഒരു നവംബർ ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ വെള്ളം കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മഴ തോർന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫോഴ്സിലുള്ള വാട്ടർഫോൾ നമുക്കിവിടെ വന്ന് കാണാൻ പറ്റും. മാത്രമല്ല നല്ല സേഫായിട്ട് തന്നെ കുളിക്കാനും പറ്റിയൊരു സ്പോട്ടായിട്ട് ഇതിനെ മാറ്റാനും പറ്റും. ഇനി ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഇതുപോലെ വഞ്ചിയിലൊക്കെ ഒരു യാത്ര, അതും ആ ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അയ്യപ്പൻകോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്. അത് കല്ലാട്ടുംപാറ വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് 15 കിലോമീറ്റർ മാത്രം ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് കിട്ടാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സ്പോട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വഞ്ചി യാത്ര മാത്രമല്ല, ഇതേപോലത്തെ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഇങ്ങനെ നടന്നു പോയി ഒന്ന് ചെറിയൊരു ഈവനിങ് വാക്ക് പോലെയൊക്കെ നമുക്ക് നടക്കാൻ ആഗ്രഹമുള്ളവർക്കായാലും ഈ വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മൊമെൻ്റ് ഇവിടെ കിട്ടും. അങ്ങനെ അയ്യപ്പൻകോവിൽ ഹാങ് ബ്രിഡ്ജ് കണ്ടതിന് ശേഷം ഞാൻ തിരഞ്ഞെടുത്ത നേരെ ഉപ്പുതറ സെൻറ്ററിലേക്കാണ്. ഉപ്പുതറ സെൻറ്ററിൽ നിന്ന് പിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് ഉപ്പുതറ CSI ചർച്ച്, അതായത് നമ്മളെ ലൂസിഫർ സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു ചർച്ചിൻ്റെ ആ ഒരു ലൊക്കേഷൻ ഭയങ്കര അട്രാക്ഷൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ റൂട്ടും ഒരു ഗംഭീര റൂട്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ യാത്ര നേരെ ഉപ്പുതറ സെൻറ്ററിൽ നിന്ന് ഉപ്പുതറ CSI ചർച്ച് എന്നുള്ള ലൊക്കേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ റൂട്ടിലൂടെ നല്ലൊരു ഡ്രൈവ് ആസ്വദിച്ചുകൊണ്ട് തന്നെ ആ പള്ളിയുടെ മുമ്പിലേക്ക് എത്താൻ പറ്റും. അധികം വൈകാതെ ആ വഴിയിൽ നിന്ന് ഇതേപോലത്തെ ഒരു ഡീവിയേറ്റ് ചെയ്ത് പോകുന്നൊരു വഴി കാണാൻ പറ്റും. ആ വഴി നേരെ കയറി ചെല്ലുന്നത് ആ ചർച്ചിൻ്റെ മുമ്പിലേക്കാണ്. ഈ ചർച്ചിൻ്റെ യഥാർത്ഥ പേര് വരുന്നത് സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച് എന്നാണ്. JM വിൽക്കി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സാഹിബാണ് ഈ പള്ളി നിർമ്മിച്ചത്. പിന്നീട് ഇത് CSI, ഓർത്തഡോക്സ്, മാർത്തോമ, യാക്കോബായ സഭകളുടെ അനുയായികൾ ആരാധന നടത്തുന്ന ഒരു യൂണിയൻ പള്ളിയായി മാറിയത്. പക്ഷെ വൈകാതെ ഈ സഭകൾ ഓരോന്നും അവരുടെ പ്രത്യേക പള്ളികൾ സ്ഥാപിക്കുകയും സെൻറ്റ് ആൻഡ്രൂസ് ദേവാലയം എന്നറിയുന്ന ഈ ഒരു ചർച്ച് ഉപേക്ഷിക്കപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം ലൂസിഫർ സിനിമ ഇറങ്ങിയോടുകൂടെ എന്നെപ്പോലത്തെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു തുടങ്ങി. അങ്ങനെ ഈ പള്ളി കാണാൻ കൗതുകമായി എല്ലാവർക്കും. അങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാർ ഇവിടെ സ്ഥിരമായിട്ട് വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വാഗമൺ ടൗൺ കയറാതെ നമ്മൾ ഉപ്പുതറ റൂട്ട് കയറുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണെന്നും ഇതിലെ ഹിഡൻ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതേ ഡയറക്ഷനിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് കണ്ട ചർച്ചും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടു വരുമ്പോൾ നമുക്കൊരു ദിവസമാണ് നമുക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വാഗമൺ ടൗണിലേക്കൊന്നും നമ്മൾ ഒരു സ്റ്റേക്ക് വേണ്ടി ഓപ്ഷനൊന്നും തിരഞ്ഞെടുക്കാൻ നിൽക്കണ്ട. കാരണം ഇവിടെ തന്നെ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു പ്രീമിയം പ്രൈവറ്റ് പൂൾ വില്ല നമുക്ക് അവൈലബിൾ ആണ്. അത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് 6 റൂമായിട്ട് ഹോൾ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ ആ പ്രൈവറ്റ് പൂളായിട്ട് നമുക്ക് കിട്ടും. ഇനി അതല്ല സെപ്പറേറ്റ് ആയിട്ടായാലും നിങ്ങൾക്ക് അതിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ആ ഒരു റിസോർട്ട് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് ഇത്തരം സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ലൊരു ഗംഭീര സ്റ്റേയും ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസോടുകൂടി തന്നെ നിങ്ങൾക്ക് ആ ഒരു വാഗമൺ ട്രിപ്പ് നല്ലൊരു ട്രിപ്പാക്കി മാറ്റിക്കൊണ്ട് തന്നെ നല്ലൊരു യാത്ര ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.